വരവീണ മൃദുപാണി വാനരോഹലോ ചനുരാണി സുരുചിരപം വരവേണി സുരനുത്ത കല്യാണി. ഹൈമാവതി ടീച്ചറുമായിട്ട് നമ്മൾ ഇത്ര നേരം സംസാരിക്കുകയായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 11 മണിക്ക് വന്നിട്ടിപ്പോൾ 2:30 ഇത്ര നേരം ഞങ്ങൾ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടീച്ചർ എന്നോട് പറഞ്ഞു, ആദ്യമൊക്കെ പറഞ്ഞു ഞാൻ എന്ത് പറയും, എന്താ പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെ ഒന്നും പറയണ്ട, ടീച്ചർ ജസ്റ്റ് ഒന്ന് ഇരുന്ന് സ്കൂളിനെ കുറിച്ചും ടീച്ചറിൻ്റെ ക്ലാസ്സിനെ കുറിച്ചും കുറച്ച് കുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ ടീച്ചറിന് ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും, ഒരുപാട് ആലോചിച്ചെടുക്കാൻ ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും ടീച്ചർ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രമാത്രം നല്ല അനുഭവങ്ങൾ പങ്കുവെച്ചു. നല്ല സ്നേഹപൂർവ്വം നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. ടീച്ചർ അമ്മയെന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 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 സ്നേഹമുണ്ട്, ഒരു ബന്ധമുണ്ട്. ഒരു അമ്മയെ പോലെ ഒരു സ്നേഹിക്കാൻ പറ്റിയ ഒരാൾ. ടീച്ചറിനെയും കുടുംബത്തെയും പ്രത്യേകിച്ച് ടീച്ചറിൻ്റെ അനുജനെയും മകളെയും കൂടി കാണാൻ പറ്റിയതിനെ വലിയ ഭാഗ്യമായി കരുതുന്നു. എന്തായാലും മധുരമിഠായിക്ക് നൽകിയ ഈ അഭിമുഖത്തിന് ടീച്ചറിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതേപോലെ ഒരുപാട് അധ്യാപകർ ഇനിയും വരും കേട്ടോ, ഒരുപാട് അധ്യാപകർ വരും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരെയും ഞങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ താഴെ മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജും വിത്ത് ഫോൺ നമ്പർ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് എത്തുന്നതായിരിക്കും. എന്തായാലും ടീച്ചറെ ഇത്ര നേരം മധുരമിഠായിയുമായിട്ട് സഹകരിച്ചതിന് ടീച്ചറിനും കുടുംബത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത് എൻ്റെ മോളാണ്, വിഷ്ണുപ്രിയ. ഹിറ്റാച്ചി എനർജിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ സ്വീഡനിലാണ്, 2 കൊല്ലമായി ഇപ്പോൾ സ്വീഡനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രോജക്റ്റുമായിട്ട് ആദ്യം 6 മാസത്തെ പ്രോജക്റ്റ് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജർ അവിടെ തന്നെ തുടരാൻ പറഞ്ഞിട്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഇപ്പോൾ അവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് മോനാണ്. മോൻ കഴിഞ്ഞ 2024 IFS 8ാം റാങ്കായിട്ട് പാസ്സായി. ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഇന്നലെ ജോയിൻ ചെയ്തു. പോസ്റ്റിംഗ് ആയിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോസ്റ്റിങ്ങിൻ്റെ ഇത് പറയുള്ളൂ. അവൻ്റെ വൈഫ് അവിടെ തന്നെ ഈ അലയൻസ് എന്നുള്ള കമ്പനിയിൽ ജോലി ചെയ്യുന്നു, തിരുവനന്തപുരത്ത് തന്നെ. രണ്ടാളും തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഉള്ളത്. വൈഫ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളായിട്ട് കഴിഞ്ഞ മെയ്യിൽ റിട്ടയറായി. കോട്ടക്കൽ രാജാസിൽ തന്നെയാണ്. ഞാൻ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ കഴിഞ്ഞ 28 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു, റിട്ടയറായി. മോള് വിഷ്ണുപ്രിയ ഡാൻസ് കളിക്കും. അതുമാതിരി തന്നെ കോളേജിൽ ഇതാവുന്ന സമയത്താണ് കോവിഡ് വരുന്നത്, തൃശ്ശൂർ കോളേജിൽ പഠിക്കുമ്പോൾ. ആ സമയത്ത് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് മുറ്റത്തെ ചുമരിലൊക്കെ മതിലിലൊക്കെ ചിത്രം വരച്ചു. അങ്ങനെ കൃഷ്ണനും മയിലും മാനും. എന്തുകൊണ്ടാണ് വരച്ചത്? കരി കൊണ്ടാണോ വരച്ചത്? നല്ല പെയിന്റ് എന്ത് പെയിൻ്റായിരുന്നു, ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇവള് ചിത്രം പഠിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടുത്തെ ഒരു ചാനലിൻ്റെ ആള് വന്നിട്ട്, ഇത് ഗംഭീരമായിട്ടുണ്ടല്ലോ, ഇതൊന്ന് ന്യൂസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് അന്ന് വന്നിരുന്നില്ല. ഇവള് പിന്നെ പഠിക്കുന്ന കാലം മുതലേ ബാൻഡ് സെറ്റ് ആയാലും സ്കൂളിലെ ബാൻഡ് സെറ്റിലുണ്ട്. പിന്നെ ഇതിൽ വഞ്ചിപ്പാട്ട്, അതുമാതിരി കഥാപ്രസംഗം, ഇങ്ങനത്തെ ഇതിലൊക്കെ സംസ്ഥാന എ ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുമാതിരി രാഷ്ട്രപതി സ്കൗട്ടിൻ്റെ രാഷ്ട്രപതി അവാർഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അത് എവിടുന്ന? അത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും ഫൈനൽ സാധനം പറഞ്ഞാൽ രാഷ്ട്രപതി അവാർഡാണ്. അപ്പം നമുക്ക് അത് കുറേ ഇതുപോലെ എക്സാമും അതേപോലെ അവരുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഷ്ട്രപതിൻ്റെ എന്നുള്ള നേരിട്ട് വാങ്ങാൻ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് അവസരം കിട്ടുള്ളൂ. അപ്പം എനിക്കത് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ നമുക്ക് രാഷ്ട്രപതി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് കിട്ടി. നമ്മുടെ സ്കൂളിൽ വെച്ചാൽ സ്കൂളിൽ വെച്ചിട്ടല്ല, ഞങ്ങൾക്ക് ഒരു IAS ഓഫീസർ മലപ്പുറത്ത് നിന്ന് തരിക ചെയ്തു. പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ ഇവൾക്കും അതുമാതിരി അത്താന്ന് പറഞ്ഞിട്ട് ചേച്ചിയോട് വലിയ ഒരു അടുപ്പുണ്ട്, അറ്റാച്ച്മെന്റ്. അതാണിപ്പോൾ സ്വീഡനിൽ നിന്ന് ഇപ്പോൾ ഒരാഴ്ച തിങ്കളാഴ്ച പോവുകയാണ്. അപ്പം അത്തയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചപ്പോൾ പുറപ്പെട്ട് വന്നതാണ്.
അല്ലാതെ വലിയ ഭാഗ്യമായി. അതെ 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 അത് നല്ലൊരു ഭാഗ്യമായി. ഇന്നത്തെ ദിവസം തന്നെ വന്നത് കൊണ്ടും ഞങ്ങളും കൂടി ഇത് ഉൾപ്പെടാൻ പറ്റി, അത് ഭാഗമായി. നമുക്ക് ഏത് സ്ഥലത്താണല്ലോ ഏത് സമയത്തും കാണാലോ, അത് വലിയൊരു ഭാഗ്യമാണ്. അത് മൃദുപാണി വാനരോഹലോ ചനുരാണി സുരുചിരപം വരവേണി സുരനുത കല്യാണി. ഇത് എൻ്റെ ഹസ്ബൻഡാണ്, വി കൃഷ്ണൻ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ SI ആയിട്ട് റിട്ടയർ ആയതാണ്. പാലക്കാട് ജില്ലയിലെ മിക്കവാറും എല്ലാ സ്റ്റേഷനിലുകളും ഉണ്ടായിരുന്നു. ഞാനൊരു ടീച്ചർ ആയതും എല്ലാ സഹകരണങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയത്, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയത് ഇദ്ദേഹത്തിൻ്റെ സഹകരണം കൊണ്ട് മാത്രമാണ്. എൻ്റെ 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എൻ്റെ പഠിത്തവും മറ്റ് പരീക്ഷകൾക്ക് കൊണ്ടുപോലും പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കലും എല്ലാം തന്നെ സന്തോഷപൂർവ്വം ചെയ്തു തന്നിരുന്നു. നിർബന്ധിച്ച് PSC എഴുതിപ്പിച്ചതാ. അങ്ങനെയാണ് കാരാകുർശിയിലൊക്കെ കിട്ടിയത്. ഞാൻ എഴുതണില്ല, ഇനി അതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നിരുന്നത്. അല്ല, എഴുതി നോക്കാം എന്ന് പറഞ്ഞിട്ട് എഴുതി നോക്കും ചെയ്തു. 2nd റാങ്ക് കിട്ടും ചെയ്തു. അത് ഞാൻ വിചാരിച്ചിട്ടില്ല 2nd റാങ്കൊക്കെ കിട്ടുന്ന. അങ്ങനെയാണ് കാരാകുർശി സ്കൂളിലേക്ക് HSI ആയിട്ട് പ്രൊമോഷൻ കിട്ടിയത്. അപ്പോൾ നമസ്കാരം പറഞ്ഞോളൂ. നമസ്കാരം. ഇപ്പോൾ വയ്യ, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകൊണ്ടേ അധികം സംസാരിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് സംസാരിക്കാതിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയും ഗുരുവും എല്ലാമായ നളിനി ടീച്ചർ എന്നെ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നു വെച്ചാൽ ഞാൻ ഈ യൂട്യൂബിൽ പറയലും ഉണ്ടാവില്ല, എനിക്കിതൊന്നും അറിയുണ്ടാവില്ല, ധൈര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് പറയാൻ. എനിക്കൊന്നും പറയാനില്ല എന്നുള്ള ഉറച്ചതിലായിരുന്നു. അപ്പോൾ നളിനി ടീച്ചറാണ് ഞാൻ എൻ്റെ ഗുരുനാഥ ആയിട്ടും എല്ലാ ജ്യേഷ്ഠ സഹോദരിയായിട്ടൊക്കെ ബഹുമാനിക്കുന്ന എൻ്റെ ടീച്ചർ പ്രോത്സാഹിപ്പിച്ചു, നിർബന്ധിച്ചു. എന്നിട്ടാണ് പറഞ്ഞാൽ എനിക്ക് തട്ടിക്കളയാൻ വയ്യാന്ന് പറയാനും വയ്യ. അങ്ങനെയാണ് ഈ ഒരു അവസരം എനിക്ക് കിട്ടിയത്. ഇപ്പം അതിന് 100 നന്ദി. ഇപ്പം നന്നായിരിക്കണമെന്നും എനിക്കും തോന്നുന്നു, തിരക്കേടില്ല എന്ന്. വളരെ വളരെ നന്ദി എൻ്റെ നളിനി ടീച്ചറെ. ഇപ്പം ഇങ്ങനൊരു മധുരമിഠായിയുടെ മധുരം നുണയാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത് ആദ്യം എൻ്റെ അമ്മയെ തന്നെ പറയണം. അമ്മയാണല്ലോ എനിക്ക് ഹിന്ദി പഠിക്കാനുള്ള അവസരവും ഞാനൊരു ടീച്ചർ ആവാനുള്ള അവസരവും എല്ലാം തന്നത്. അങ്ങനെ ഓരോ വഴിയിൽ എന്നെ സഹായിച്ച ഓരോരുത്തരും, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിനും അതിൻ്റെ തുല്യ പങ്കാളിത്തമുണ്ട് ഞാനിങ്ങനെ ടീച്ചർ ആയതിൽ. അത് കഴിഞ്ഞ് എല്ലാവരും സ്കൂളിൽ പോയവിടെ കുട്ടികളും അത് സഹപ്രവർത്തകരും എല്ലാവരിൽ നിന്നും സഹായം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പറയാൻ എനിക്ക് ഒട്ടും എൻ്റെ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. ഇപ്പോഴും അതെ. നളിനി ടീച്ചർ പറഞ്ഞു, ഹൈമോദിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇത്രയും സ്കൂളുകൾ വർക്ക് ചെയ്തതല്ലേ, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളുണ്ടാവും, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താൽ മതി, വേറെ ഒന്നും പറയണ്ട എന്ന് ഇന്നലെ വൈകുന്നേരവും കൂടി എന്നെ വിളിച്ച് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിലാണ് ഇന്നിപ്പോൾ ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഇരിക്കാനുള്ള ധൈര്യം ഉണ്ടായത്. അപ്പോഴേക്കും എൻ്റെ ബ്രദറും വന്നു, അവനും വിചാരിതമായിട്ട് വന്നതാണ്. അതിൽ എന്നേക്ക് വേണ്ട ഇതൊക്കെ കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ ഇത്രയും ഒരു മാധുര്യം തന്നെയാണ്, മധുരമിഠായി എന്നുള്ള പേര് വളരെ വളരെ യോജിച്ചതാ. ഇത്രയും ടീച്ചേഴ്സിനെയൊക്കെ കാണുക, അവരുടെ അനുഭവങ്ങൾ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ മധുരം എത്ര പറഞ്ഞാലും അതിൻ്റെ ആസ്വദിച്ചാൽ മതിയാവില്ല. അപ്പോൾ ഇനി മുതൽക്ക് എനിക്കും അതിൻ്റെ ഇത് കിട്ടിയില്ല. ഇപ്പോൾ യൂട്യൂബിലുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി കാണുന്നതായിരിക്കും. അധികം പേരും കുറേ പേര് എൻ്റെ പരിചയമുള്ള അധ്യാപകരാണ്. അവർക്ക് പറയാനുള്ളത് വീണ്ടും അവരെ കണ്ട് കേൾക്കാമല്ലോ. ഇത്ര പറയട്ടെ. അപ്പോൾ എല്ലാവരോടും നന്ദി, പ്രത്യേകിച്ചും ബിനോയിനോട് അങ്ങേയറ്റം നന്ദി. എൻ്റെ നമ്പർ 94 97 63 0570. പോയ ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിരുന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും
എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം.